നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാ. ഭർത്താക്കന്മാരെ ഒന്ന് കേൾക്കണേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ അരികിലേക്ക് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ പണി ഞാൻ നാളെ പറഞ്ഞുതരാം. ഭർത്താവിന്റെ ജോലി എന്തായിരുന്നു? ഒരു ഭാര്യയോട് നബിതങ്ങൾ അവിടുത്തെ കുടുംബത്തോട് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് വർത്തിച്ചത്? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി പറയുകയാണ്, വസ്ത്രത്തിന്റെ അഴുക്കുകൾ സ്വന്തമായി റസൂലുള്ള നീക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് വസ്ത്രം സ്വന്തമായി കഴുകുമായിരുന്നു. അള്ളാന്റെ റസൂല് സ്വന്തമായി ആടിന്റെ പാല് കറക്കുമായിരുന്നു. കീറിപ്പോയ വസ്ത്രങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ സ്വന്തമായി തുന്നിച്ചേർക്കുമായിരുന്നു. പൊട്ടിപ്പോയ ചെരുപ്പ് അല്ലാഹുവിന്റെ റസൂല് സ്വന്തമായി തയ്ച്ചു ധരിക്കുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജോലി ആ ഹബീബായ തങ്ങൾ സ്വന്തമായി ചെയ്തു തീർക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് ആടുമാട് ഒട്ടകങ്ങളെ അഴിച്ചു കെട്ടുമായിരുന്നു. അള്ളാന്റെ റസൂല് കുളിപ്പിക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് പുല്ല് പറിച്ചു കൊടുക്കുമായിരുന്നു. ലോകത്തിന്റെ നായകനാണ് മുഹമ്മദ് മുസ്തഫ. ഒരു കുടുംബത്തിൽ ചെയ്യുന്ന ജോലിയാണിത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലല്ലയോ ലോകത്ത് കുടുംബ ജീവിതം പഠിപ്പിച്ചു തന്നത്? ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ വീട്ടിലെ ജോലി വീട് അടിച്ചു തൂത്തു വാരി വൃത്തിയാക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിച്ചു തൂത്ത് വീട് വൃത്തിയാക്കുന്ന ജോലി മുഹമ്മദ് മുസ്തഫ. അരി അരച്ചു കൊടുക്കുമായിരുന്നു. ഭൃത്യന്മാരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭാര്യയോടൊപ്പം ഒരുമിച്ചിരുന്ന് മാത്രമേ അള്ളാന്റെ റസൂല് ഭക്ഷിക്കുമായിരുന്നുള്ളൂ. ഭാര്യയോട് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാന്ന് പറഞ്ഞാല് ചുമ്മാ തിന്നാ പോരാ, കുറച്ചു വാരി ഓടെ തൊള്ളയിൽ വെച്ചു കൊടുക്കണം. അത് കാമുകന്മാരുടെ പണിയല്ല. ഐസ്ക്രീം ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം. അത് അങ്ങോട്ട് അവിടെ ഇവിടെ അതല്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറയുകയാണ്, വല്ലതും ബുലൂസ് കിട്ടിയോ? യാ സഅദേ, ഓ സഅദേ, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ മിമ്മ ബതഗാ ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഉജിർത അലൈഹാ ഹത്താ തളഅ യദക ഫീ ഫമി ഇംറഅതിക. ഏ സഅദ് ഇബ്നു അബീ വഖാസിനോട് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഉപദേശം എന്തെന്നറിയുമോ? ഏ സഅദേ, നീ നിന്റെ ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിനു പോലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂലി നൽകാതിരിക്കുകയില്ല. ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം, ഒന്നും ഇല്ലെങ്കിൽ ഒരു പപ്പടം എങ്കിലും എടുത്തു വെച്ച് കൊടുക്കണം. പക്ഷെ കുട്ടികൾ കാണരുത് നിർത്തുക. കാരണം എന്താ? പിന്നെ അവന്മാര് പോയിട്ട് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ തൊള്ളയിൽ വെച്ച് കൊടുക്കാൻ പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങോട്ട് ഒന്ന് കൊടുക്കണം, ഇങ്ങോട്ട് ഒന്ന് വാങ്ങണം. ഇവൻ കുഴച്ചത് ഞാൻ തിന്നുക, അവള് കുഴച്ചത് ഞാൻ തിന്നുക. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹബന്ധം ഒന്ന് പറയട്ടെയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ, ഞാൻ ഋതുമതിയാണ്, മെൻസസ് പീരീഡിൽ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ബാക്കിയുള്ള വെള്ളം ഞാൻ നബി തങ്ങൾക്ക് കൊടുത്തു.
അള്ളാന്റെ റസൂലിന് ഞാൻ കുടിച്ച വെള്ളത്തിന്റെ പകുതി ഞാൻ കൊടുത്തു. ആയിഷ ബീവി പറയുകയാ, അള്ളാഹുവിന്റെ റസൂല് ഞാൻ ഗ്ലാസിന്റെ ഏത് വക്കില് വെച്ചാണോ വെള്ളം കുടിച്ചത് അതേ ഭാഗത്ത് വെച്ചാണ് അള്ളാന്റെ റസൂലിന്റെ ചുണ്ട് ചേർത്തുകൊണ്ട് ആ വെള്ളം കുടിച്ചത്. ഋതുമതിയായിരുന്ന ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ഉച്ഛിഷ്ടം ലോകത്തിന്റെ വിളിയാളമേ, ലോകത്തിന്റെ പടപ്പാട്ടെ, ലോകത്ത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും വന്ന ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ നാവിൽ അമർത്തിക്കൊണ്ട് കുടിക്കുകയാണ്. ഒരിറച്ചി കഷണമെടുത്ത് ഞാൻ കടിക്കുകയും അള്ളാന്റെ റസൂലിന് ഞാൻ അത് കൊടുക്കുകയും ചെയ്തു. അള്ളാന്റെ റസൂല് ഞാൻ ഏത് പല്ല് വെച്ചാണോ ഏത് ചുണ്ട് കൊണ്ടാണോ അമർത്തിക്കടിച്ചത് അതേ ചുണ്ട് കൊണ്ട് തന്നെ അള്ളാന്റെ റസൂൽ ഞാൻ കടിച്ച ഇറച്ചി കഷണം കടിച്ചുവെന്ന് മഹദിയായ ആയിഷ ബീവി. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇന്നമാ ഫഅലത് ദാലിക ലിമാ ബൈനഹു വബൈന ലിമാ ബൈന സൗജി വസൗജതി മിനൽ ഇംബിസാത്ത്. ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കൽ, ഭാര്യ കഴിച്ചതിന്റെ ബാക്കി ഭർത്താവ് കഴിക്കൽ, ഭാര്യയുടെ വായിൽ ഭർത്താവ് വെച്ചു കൊടുക്കൽ, ഭർത്താവിന്റെ വായിൽ ഭാര്യ വെച്ചു കൊടുക്കൽ. മിനൽ ഇംബിസാത്ത്, കുടുംബ ജീവിതത്തിന്റെ ഒരു മനപ്പൊരുത്തമത്രേ, ഒരു മനപ്പൊരുത്തമത്രേ. അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ അടയാളാത്, സ്നേഹത്തിന്റെ അടയാളാത്. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഇന്നി ഹായിദുൻ, ഞാൻ ഋതുമതിയായിരിക്കുമ്പോ നബി തങ്ങൾ എന്നോട് പറയുന്നു, യാ ആയിഷ നാവിൽനി അൽ ഖുംറത മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് ആ മുസല്ല ഒന്നെടുക്കുമോ ആയിഷ? പള്ളിയിൽ നാം മുസല്ലയുടെ ഉടനെ ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ഇന്നി ഹായിദുൻ യാ റസൂലല്ലാഹ്, ഞാൻ ഋതുമതിയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ ഇന്ന ഹൈളതകി ലൈസത് ബിയദികി. ഋതുമതി നിന്റെ ഹൈളുകാരി എന്ന് പറയുന്നത് നിന്റെ ഹൈളുള്ളത് എടെ ആയിഷ, എടെ ആയിഷ. ഹൈളുകാരി പെണ്ണുങ്ങളെ, മെൻസസ് പീരിയൽ ഭാര്യമാരെ തടയുന്നവരെ, വലിച്ചെറിയുന്നവരെ, അവരെ ഒഴിവാക്കുന്നവരെ, അവരെ മട്ടുപ്പാവിലേക്ക് മാറ്റി കിടത്തുന്നവരെ, ഋതുമതിയായ പെണ്ണ് പാചകം ചെയ്തു തരുന്ന ഭക്ഷണം കഴിക്കാത്ത ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ താക്കീത്, അവളോട് ശാരീരിക ബന്ധം, ലൈംഗിക വീഴ്ച ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഭർത്തൃ ബന്ധം ലോകത്ത് ആര് പഠിപ്പിച്ചു കൊടുക്കും? ഇങ്ങനെ ഒരു ജീവിതം നയിച്ചാൽ എന്തായിരിക്കും സംഭവം? ബഹുമാനമുള്ള സഹോദരൻ, ഫാത്തിമ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒന്നും നീ കുറ്റം പറയരുത്, അദ്ദേഹത്തെ നീ സഹിക്കുക. ഇറങ്ങി വന്നപ്പോ അലി റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫാത്തിമ പറഞ്ഞു, വല്ലാഹി ലാ അഷ്കു അന്നക ലആതീക ശൈഅൻ തക്റഹു അബദ, അങ്ങേക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഇനി മേലിൽ ഞാൻ പറയുകയില്ല. അലി റളിയല്ലാഹു പറഞ്ഞു, നിനക്ക് ഇനി വെറുപ്പുണ്ടാകുന്ന ഒരു വാക്കും ഞാനും ഇനി പറയൂല. ഭർത്താക്കന്മാരെ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഭർത്താക്കന്മാരുടെ കടമ നാളെ നമ്മൾ ഭാര്യമാര് ഭർത്താക്കന്മാരോടുള്ള കടമ ഇത് തീർന്നിട്ടില്ല. ഈ ഭർത്താക്കന്മാരുടെ കടമ ഇനിയുണ്ട്, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കുടുംബ ജീവിതമാണ്. കാരണം നമ്മളിവിടെ ഒരു വലിയ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ വൈവാഹിക ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്ന നമുക്ക് എന്താണ് വിവാഹ ജീവിതം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒന്നാമത്തെ കരാറ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതെന്താണ്? ഞാൻ എന്റെ സ്വഭാവത്തിനും എന്റെ കൽപ്പനയ്ക്കും വിധേയയാകാത്ത ഒരു പെണ്ണാണ് എന്റെ ഭാര്യയെങ്കിൽ അവളെ ഞാൻ ഒഴിവാക്കേണ്ടതല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിലില്ല എങ്കിൽ നല്ല നിലയിൽ മാന്യമായ മാർഗത്തിൽ ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം വിധി നിയമപ്രകാരം മാന്യമായ നിലയിൽ ഞാൻ അവളെ മൊഴി ചൊല്ലിക്കൊള്ളാം. അതെങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അവളെ മൊഴി ചൊല്ലേണ്ടി വരുന്നത്? എന്താണ് അവളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്? അതുകൊണ്ട് ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണ്? അത് നാളെ പറഞ്ഞിട്ട് മരണത്തിന്റെ വിഷയം ചർച്ച ചെയ്ത്
തീർത്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. നാളെ കൃത്യം 8:30 അല്ലേ, 8:30 തന്നെ വരണം. എന്നാൽ എനിക്ക് കൂടുതൽ സമയം കിട്ടും, ഇല്ലെങ്കിൽ സമയം കിട്ടില്ല. കൂടുതൽ പ്രഭാഷണം ഇശാ നിസ്കാരം കഴിഞ്ഞ പാടെ എല്ലാവരെയും ബാക്കിയുള്ളവരെയും വിളിച്ചു കൊണ്ടുവരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഒരുമിച്ച് കൂടലും ഈ സംഗമവും ഈ സമ്മേളനവും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാര്യമായി നാളെ ഒരു ദുആ ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്.